വെൽക്കം ഗൈസ്. ഇന്ന് ഡേ 8 ഓഫ് ബിൽഡിംഗ് യൂസ്ഫുൾ എഫേർട്സ് ആണ്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാണ്. അത് ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വിസ്, നമ്മുടെ ടെസ്റ്റ് പേപ്പർ, ഇനി വലുതായാലും ചെറുതായാലും ഒക്കെ ധാരാളം നമ്മൾ തലേ ദിവസങ്ങളിലും അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലും പഠിച്ചു കഴിഞ്ഞ് ഉടനെ എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് ഒന്നും ഓർമ്മ കിട്ടില്ല. ഇനി ഫസ്റ്റ് കാണുന്ന ക്വസ്റ്റ്യന് കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ട്, മിക്കവാറും ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെങ്ങനെ ഓവർകം ചെയ്യാം, അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അത് നമുക്ക് പറയാം. ഫസ്റ്റ്, സ്റ്റേ കാം അറ്റ് സ്റ്റാർട്ട്. അതായത് ഇപ്പോൾ പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിലും ഇനി പഠിക്കുകയാണെങ്കിലും ഒക്കെ കാമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ചെറിയൊരു പ്ലാനൊക്കെ വേണം, എങ്ങനെ പഠിക്കണം, ഏതാണ് നമുക്ക് മനസ്സിലാവുന്ന രീതികൾ ഏതൊക്കെയാണ്, സമാധാനത്തോടുകൂടെ ഒരു പോസിറ്റീവ് എനർജിയിൽ പഠിക്കുക. അതിന് ഇമ്പോർട്ടൻ്റാണ്. ആ സമയത്ത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ കൂടും. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാനുള്ള പോസിബിലിറ്റി അതും കൂടും. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യങ്ങൾ ഈ ചങ്ക്സ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് ചെറിയ ചെറിയ നോട്ട്സ്, അത് നമുക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായ രീതിയിൽ. ഇനി നമുക്ക് തീരെ മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഹെൽപ്പ് തേടിയിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുത്ത് രീതിയിൽ ചങ്ക്സ് ആയിട്ട് നോട്ട് എഴുതി വെക്കുക. അത് ചില ആൾക്കാർ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചെയ്യുന്നവരുണ്ടാവും. ചില ആൾക്കാർ ഓരോ ടോപ്പിക്സിന് 1, 2, 3 ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അത് ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ കീപ്പ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ കാര്യമാണ്, നമ്മൾ ഈ നോട്ട്സ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒക്കെ നമ്മൾ റീകോൾ ചെയ്യാനുള്ളൊരു സാഹചര്യം കൊടുക്കുക. നമ്മളെപ്പോഴും പഠിക്കുന്ന സമയത്ത് ബ്രേക്ക് എടുത്ത് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ബ്രേക്ക് എടുത്ത് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ എഴുതി വെച്ച നോട്ട്സ് കാര്യങ്ങളൊക്കെ ചില ബ്രേക്കുകളിൽ എന്താ പറയുക 20-30 മിനിറ്റോ ബ്രേക്ക് എടുത്തിട്ട് ജസ്റ്റ് സ്കിം ചെയ്തുകൊണ്ട് ഇരിക്കുക. ആ സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ ആ സംഭവങ്ങൾ പെട്ടെന്ന് സ്റ്റോർ ആയിട്ടുണ്ടാവും. എപ്പോഴും റിട്രീവ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള റിട്രീവിങ് ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഓർത്ത് വെക്കാൻ കാര്യങ്ങൾ സിമ്പിൾ. നാലാമത്തെ പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങുക. പരീക്ഷ തലേന്ന് അല്ലെങ്കിൽ പരീക്ഷ നിങ്ങളെ സൈക്കിൾ എന്ന് പറയും. ആ ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കംപ്ലീറ്റ് ബാലൻസ് മിസ്സാവും. ആ ഒരു ബാലൻസ് കൊണ്ട് തന്നെ പല കാര്യങ്ങളും ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത സാഹചര്യം. അപ്പോൾ നല്ല രീതിയിൽ ഉറങ്ങും. അടുത്തത്, പരീക്ഷയ്ക്ക് പോയിട്ട് ഈസി ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മളെ എനർജി ഒന്ന് പോസിറ്റീവ് ആക്കി വെച്ചിട്ട് അവസാനം ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം.